ചിലരുടെ നിയന്ത്രണം തെറ്റിക്കുന്നൊരു ദൃശ്യം എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും വിവാദ റാപ്പ് ഗായകൻ വേടനും ഒരേ വേദിയിൽ. തലസ്ഥാനത്തെ SC/ST സംസ്ഥാനതല സംഗമത്തിലാണ് വേടനും പിണറായി വിജയനും ഒരേ വേദിയിലെത്തിയതും ഒരുമിച്ച് ഹസ്തദാനം നടത്തുകയും ചെയ്തത്. ദൃശ്യം വൈറലായിട്ടുണ്ട്. വേറെ റൂമിലേക്ക് പോവാം. ഞങ്ങളുടെ ഒറ്റപ്പാലം ഇരിക്കേണ്ടതാണ്. നിരവധി വ്യക്തിത്വങ്ങൾ, വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ ഒരു സദസ്സിനെ ഗംഭീരമാക്കാൻ ഇവിടെ എത്തുകയായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിന്റെ കവാട കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ സദസ്സിനെ മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. പട്ടികജാതി പട്ടികവർഗ മേഖല സംസ്ഥാന തല സംഗമം ആദരവോടെ നമ്മുടെ ആധുനികനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ആനയിക്കാം. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ P. സരിന്റെ നേതൃത്വത്തിലാണ് വേടനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തുമ്പോൾ സരിൻ തന്നെ നേരിട്ട് വേടനെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നേരിട്ടൊരു ഹസ്തദാനവും നൽകുന്നു. ഇനിയിപ്പോൾ എന്ത് വേണം? വേടനെതിരെ ഉടവാളുയർത്തി ഉറഞ്ഞു തുള്ളിയിരുന്നവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ കുരുപൊട്ടലിന് അവസരമുണ്ടായിരിക്കുകയാണ്. സർക്കാർ തന്നെ ഔദ്യോഗികമായ വേദിയിൽ വേടനെ ക്ഷണിച്ച് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ നേരിട്ട് ഹസ്തദാനം നൽകി സ്വീകരിച്ചപ്പോൾ വേടൻ എന്ന കലാകാരനെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ സന്ദേശം കൂടി പുറത്തേക്ക് വരികയാണ്. അത് ചെറുതായിട്ടുള്ള പൊള്ളലല്ല സമൂഹത്തിൽ ചിലരെ ഏൽപ്പിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം മറികടന്ന് വേടനോടൊപ്പം സർക്കാർ നിൽക്കുകയും ചെറിയൊരു കേസിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ വേട്ടയാടാനുള്ള പരിശ്രമത്തെ പരിപൂർണമായി സർക്കാർ ചെയ്തതോടുകൂടി വീണ്ടും തൻ്റെ കലാരംഗത്തേക്ക് പൂർവാധികം ശക്തിയോടെ വേടന് മടങ്ങി വരാൻ കഴിഞ്ഞിരുന്നു. പിന്നാലെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച വേദികളിൽ വേടന്റെ പരിപാടികൾ തന്നെ ബുക്ക് ചെയ്യാനും സർക്കാർ തീരുമാനിച്ചതോടുകൂടി വിവാദങ്ങളിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ആ കലാകാരൻ പറന്നുയർന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയും വേടനും ഒരുമിച്ച് മുഖാമുഖം കാണുന്ന ആദ്യത്തെ പരിപാടിയായിരുന്നു SC/ST സംഗമം. യാതൊരു ഭാവഭേദവുമില്ലാതെ തീർത്തും ഒരു സാധാരണക്കാരനെ പോലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അയാൾ നിന്നു, ഹസ്തദാനം നൽകി. പിന്നീട് പരിപാടിയുടെ ഭാഗമായി. ദൃശ്യം സോഷ്യൽ മീഡിയ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചില കേന്ദ്രങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ആ ദൃശ്യങ്ങൾ. കാര്യം, നക്സൽ ചാപ്പകളെല്ലാം കുത്താൻ പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തന്നെ ഹസ്തദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സർക്കാർ ഒപ്പമുണ്ടെന്നും ആ കലാകാരൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയായി മാറുകയാണ് ആ കൂടിക്കാഴ്ച.